അഡ്വക്കേറ്റ് ലാൽകുമാർ നമ്മൾക്കൊപ്പം ഈ ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ചർച്ചയുടെ ഒരു വിശാല പരിസരത്തേക്ക് വരുന്നതിന് മുമ്പ് ഈ സ്ഥാനാർത്ഥി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ചഴികാടിൻ്റെ സ്ഥാനാർത്ഥിത്വം കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചു. CPI അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതുകൂടി കണ്ടുകൊണ്ടും പറഞ്ഞുകൊണ്ടും തുടങ്ങിയാലോ ലാൽകുമാർ? നിശ്ചയമായും നോക്കൂ, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാം. ഹലോ, കേൾക്കാം ലാൽ, പറഞ്ഞു. നോക്കൂ, കൃത്യസമയത്ത് വളരെ വ്യക്തതയോടുകൂടി ഒരു തീരുമാനമെടുക്കുക എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ വിജയമാണ്. അത് എപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത് കാണിക്കാൻ പറ്റാറുണ്ട്. പ്രത്യേകിച്ച് RSS സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോളിറ്റി തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാലത്ത് തമ്മിത്തല്ലില്ലാതെ വ്യക്തതയോടുകൂടി ഒരു തീരുമാനത്തിലെത്തുക എന്നത് ഒരു മുന്നണിയുടെ പ്രാഥമികമായി അവർ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. കാര്യം ജനങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് തമ്മിൽ വഴക്കില്ല എന്നുള്ളതാണ് പാർട്ടിക്കകത്ത്. പക്ഷേ ഇപ്പം നോക്കൂ, കോൺഗ്രസ്സിലേക്ക് നോക്കൂ. കോൺഗ്രസ്സിൽ 5 പേരുണ്ടെങ്കിൽ 5000 അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ്റെ കാര്യം നമ്മൾ കണ്ടു. കെ സുധാകരൻ വന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. അദ്ദേഹം മോശമായ ഒരു പദപ്രയോഗത്തിൽ കൂടെ, എനിക്ക് എക്കോ കേൾക്കുന്നു, ഞാൻ പറയുന്നത് എനിക്ക് തന്നെ കേൾക്കാൻ കഴിയുന്നു. ഹലോ, ലാൽ സംസാരിച്ചോളൂ, അത് പരിഹരിക്കുന്നു. ഹലോ, അപ്പം ഞാൻ പറയുന്നത്, കെ സുധാകരൻ വരുന്നു. കെ സുധാകരൻ ഒരു വാർത്താ സമ്മേളനത്തിന് സജ്ജനായി നിൽക്കുന്ന കെ സുധാകരനെ കാണുന്നു. അദ്ദേഹത്തിനോട് അടുത്തിരിക്കുന്ന ആൾക്കാർ പറയുകയാണ് ക്യാമറ ഓണാണ് അല്ലെങ്കിൽ മൈക്ക് ഓണാണ് എന്ന് പറയേണ്ട സാഹചര്യം വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കാര്യം മുന്നണിക്കകത്ത് ഒരു അഭിപ്രായ ഐക്യമില്ല, പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായ ഐക്യമില്ല. ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്താനുള്ള ബുദ്ധിമുട്ട്. ഞങ്ങൾ സഹോദര തുല്യന്മാരാണ് അല്ലെങ്കിൽ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ് AICCക്ക് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ളൊരു തമ്മിൽ പോര് നടക്കുന്ന ഒരു കൂട്ടർക്ക് യഥാർത്ഥത്തിൽ മാന്യമായി 20 സീറ്റ് വീതിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് നിരാശാജനകമാണ്. എങ്കിൽ പോലും അത്ഭുതകരമല്ല. ഞാൻ അതിനകത്ത് ഒരു അത്ഭുതമായിട്ടൊന്നും കാണുന്നില്ല. കാര്യം അത് നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസിൽ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? നോക്കൂ, നിങ്ങൾ തോൽപ്പിക്കേണ്ടത് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യം മൊത്തം കിടക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് RSS സംഘപരിവാറിനെ തട്ടിത്തോപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ തന്നെ അവകാശവാദം നിങ്ങൾ ഇല്ല എങ്കിൽ ഈ രാജ്യത്ത് ഒന്നും തന്നെ നടക്കില്ല. വേറൊരു മുന്നണിക്കും വേറൊരു പാർട്ടിക്കും BJPയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് കണ്ടപ്പോൾ ഈ ഛത്തീസ്ഗഡിലെ ആണോ എവിടെ ഒരു സംസ്ഥാനത്തെ ഒരേ ഒരു MP, ആ സ്ഥലം ഞാൻ മറന്നുപോയി, ആ സ്ഥലത്തെ MPയും കൂടെ ജാർഖണ്ഡിലെ ഒരേ ഒരു MP കോൺഗ്രസിൻ്റെ MP BJP ചേർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഞാൻ കാണുന്നത്. അപ്പം അങ്ങനെ അതിനു മുമ്പ് കൈരളിയിൽ നിന്ന് ഒരു ചർച്ചയ്ക്ക് എന്നെ വിളിക്കുകയുണ്ടായി. അതിനകത്ത് NK പ്രേമേന്ദ്രൻ നരേന്ദ്രമോദി അനുകൂല നിലപാട് പറഞ്ഞു എന്നുള്ളതിൽ BJP തന്നെ ആ ഓഡിയൻസിലിരുന്ന് കൈയടിക്കുന്ന ഒരു കാര്യവും കൂടെ കേട്ടു. അപ്പം എല്ലാം കൂടെ ചേർന്ന് നമ്മൾ വായിക്കുമ്പം യഥാർത്ഥത്തിൽ കോൺഗ്രസ് RSS സംഘപരിവാർ ശക്തികളെ നേരിടാൻ പറ്റുന്ന ഒരു പാർട്ടിയാണോ? അല്ലെങ്കിൽ കേരളത്തിൽ ഇവർ ഒറ്റച്ചങ്ങായിമാരാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ വന്നിട്ട് പൊതുവെ പറയുക, ഞങ്ങളാണ് ഈ രാജ്യം മൊത്തം ഉള്ളത്, ഈ വല്യപ്പൻ്റെ തലയിലെ മുടി പോലെയാണ്, എല്ലായിടത്തും ഉണ്ട് പക്ഷേ ശക്തിയില്ല. എല്ലായിടത്തും ഉണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പ്രായമുള്ള ആൾക്കാരുടെ തലയിലെ മുടി കണ്ടു കഴിഞ്ഞാൽ അവിടെ എവിടെയൊക്കെ കാണും. നരച്ച മുടിയായിരിക്കും, ജീവനില്ലാത്ത മുടിയായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അതുകൊണ്ട് വല്ലതും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമില്ല എന്ന് പറയുന്നൊരു സാഹചര്യമാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ. എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. ഏതെങ്കിലും ഇടത്ത് സീറ്റ് ജയിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ ഇതുണ്ട് എന്ന് പറഞ്ഞ് ഇത് വെച്ചിട്ടുള്ള ഒരു വലിയ വീരവാദം അടിക്കൽ ഈ കീലേരി അച്ചുമാർ വന്നിരുന്നു, അത് അങ്ങനെ ചെയ്തുകളെ ഇങ്ങനെ ചെയ്തുകളെന്ന് പറയുകയും യഥാർത്ഥത്തിൽ ഒന്നും നടക്കാത്തൊരു സാഹചര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വെക്കുന്നത്, മുന്നണിക്കകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം UDFൽ മുസ്ലിം ലീഗിനെ കോൺഫിഡൻസിലെടുക്കാൻ പറ്റാതെ ആയിട്ട് നാളുകളായി. അങ്ങനെ മുസ്ലിം ലീഗിനെ കോൺഫിഡൻസിലെടുക്കാൻ പറ്റാത്തൊരു പാർട്ടി, കോൺഗ്രസിലെ KPCC അധ്യക്ഷന് തന്നെ പ്രതിപക്ഷ നേതാവിനെ കോൺഫിഡൻസിലെടുക്കാൻ പറ്റാത്തൊരു പാർട്ടിയെ ജനങ്ങൾ ഓപ്റ്റ് ചെയ്യണോ വേണ്ടോയോ എന്നുള്ളത് ആലോചിച്ച് ജനം തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. അവർ വ്യക്തമായ ആലോചനയിൽ കൂടെ തന്നെ പോകുമെന്ന് ഞാൻ കരുതുന്നു. റൈറ്റ്.